നമസ്കാരം. ദിനവാർത്തയിലേക്ക് സ്വാഗതം. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്ന വാദത്തിൽ സുപ്രീം കോടതി ഇന്ന് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കോടതി വീണ്ടും ചേർന്ന ശേഷം ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുമെന്ന് കോടതി വ്യക്തമാക്കി. രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ഗൂഢാലോചനയുണ്ടെന്ന അഭിഭാഷകൻ ഉത്സവ് ബൈൻസിന്റെ ആരോപണത്തിലാണ് സുപ്രീം കോടതി അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുക. CBI, ദില്ലി പോലീസ്, IB ഉദ്യോഗസ്ഥരുമായി ഇന്നലെ ചർച്ച നടത്തിയ ജഡ്ജിമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനാണ് സാധ്യത. റിലയൻസിന് വേണ്ടി വിധി തിരുത്തിയ 2 ഉദ്യോഗസ്ഥരും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കാട്ടി ബൈൻസ് നൽകിയ അധിക സത്യവാങ്മൂലം പരിശോധിച്ച ശേഷമാണ് കോടതി കേസ് ഉത്തരവിടാനായി മാറ്റിയത്. അധിക സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കത്തിന് അഭിഭാഷക നിയമപ്രകാരം സവിശേഷ അധികാരമുണ്ടെന്ന ബയൻസിന്റെ വാദം അറ്റോർണി ജനറലും ബാർ അസോസിയേഷനും ചോദ്യം ചെയ്തു. ബയൻസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തത് കോടതിയെ ചൊടിപ്പിച്ചു. റിമോട്ട് കൺട്രോളിലൂടെ കോടതിയെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണങ്ങൾ ദിവസേന പുറത്തുവരുന്നു. ജഡ്ജിമാരെ സ്വാധീനിക്കാൻ വഴിവിട്ട ശ്രമം നടക്കുന്നു എന്നും പറയുന്നു. ഇതിൽ സത്യമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ല, അവർ തീക്കളിയാണ് കളിക്കുന്നത് എന്നും ബെഞ്ചിലെ അധ്യക്ഷനായ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ സുപ്രീം കോടതി നടത്തുന്ന ആഭ്യന്തര അന്വേഷണത്തെ ഈ കേസിലെ നടപടികൾ സ്വാധീനിക്കില്ലെന്ന് കോടതി ആവർത്തിച്ചു. ആരോപണം ഉന്നയിച്ച ഉത്സവ് ബൈൻസിന്റെ താൽപര്യങ്ങളും അന്വേഷിക്കണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടെങ്കിലും പ്രത്യേക ഉറപ്പുകൾ നൽകാൻ കോടതി തയ്യാറായില്ല. കൈരളി ന്യൂസ്, ദില്ലി. കല്ലട ഗ്രൂപ്പ് ഉടമ സുരേഷ് കല്ലട ഇന്ന് ഹാജരാകില്ല. രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ ചികിത്സയിലാണെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിച്ചു. ഇന്നലെ മരട് CIക്ക് മുൻപിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇന്ന് SP-ക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ തൃക്കാക്കര ACP നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നു. വിഷ്ണു, സർക്കാർ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നും കല്ലടയുടെ ഉടമസ്ഥനായിട്ടുള്ള സുരേഷ് കല്ലട ഹാജരാകാതിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം തൃക്കാക്കര CI എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനായിരുന്നു അദ്ദേഹത്തിന് സുരേഷ് കല്ലടയെ തുടർന്ന് ഇന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ മുൻപാകെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് താൻ തിരുവനന്തപുരത്ത് ചികിത്സയിലാണെന്നും ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നും അദ്ദേഹം തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് സുരേഷ് കല്ലടയുടെ ചികിത്സാ സംബന്ധമായ രേഖകൾ ഹാജരാക്കാൻ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ആവശ്യപ്പെട്ടത്. കാരണം ഈ ഒരു രേഖകൾ പരിശോധിച്ച ശേഷം മാത്രമാണ് ഇയാൾ പറഞ്ഞ ഈ ഒരു കാരണത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന കാര്യം തിരിച്ചറിയാനാകൂ എന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കൂടാതെ ഇന്നിപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലട ബസ്സിൽ കഴിഞ്ഞ ദിവസം യാത്രക്കാർക്ക് നേരെയുണ്ടായ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർശനമായ ഒരു പരിശോധന ഉണ്ടായി. അതിന്റെ ഭാഗമായി കൊച്ചിയിലും കർശനമായ ഒരു വാഹന പരിശോധന ഉണ്ടായി. പല വാഹനങ്ങളും കോൺട്രാക്ട് കാരേജുകളായിട്ടും സ്റ്റേജ് കാരേജുകളായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. അത് വാഹന ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഇന്ന് നടത്തിയ പരിശോധനയിൽ 70,000 രൂപയാണ് പിഴയായി വിവിധ വാഹനങ്ങളിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് തന്നെ ഇതിൽ പെട്ടിട്ടുള്ള എല്ലാ ഉടമസ്ഥരോടും ജീവനക്കാരോടും കമ്മീഷണർ മുൻപാകെ ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകും. ഈ പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന കോൺട്രാക്ട് കാരേജുകൾക്ക് നോട്ടീസ് നൽകുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ മതിയായ രേഖകൾക്കായി അപേക്ഷ സമർപ്പിക്കാൻ സമയം നൽകുകയും ചെയ്യും. തുടർന്നും അത് ചെയ്യാത്തവർക്ക് അവരുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഈ വാഹന വകുപ്പ് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഈ വാഹനങ്ങളിൽ ജൂൺ മാസം തൊട്ട് തന്നെ ഈ ഒരു GPS സംവിധാനം പ്രാവർത്തികമാവും. അതോടുകൂടി ഈ വാഹനങ്ങൾ മണിക്കൂറുകളോളം പെരുവഴിയിൽ കിടക്കുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. കൂടാതെ വാഹനത്തിലെ ജീവനക്കാരുടെ ക്രിമിനൽ പശ്ചാത്തലവും പരിശോധിക്കും. അങ്ങനെയുള്ളവരെ ജോലിയിൽ നിന്ന് പരമാവധി മാറ്റി നിർത്താനുള്ള ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സമ്മർദ്ദവുമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പരിശോധനയായിരിക്കും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലുടനീളം നടക്കാൻ പോകുന്നത്. പെർമിറ്റില്ലാതെ ഓടുന്ന നിരവധി വാഹനങ്ങൾ കേരളത്തിലുണ്ട്. അവയെല്ലാം തന്നെ വരുത്തിവെക്കുന്ന നഷ്ടം, സർക്കാർ ഖജനാവിന് വരുത്തിവെക്കുന്ന നഷ്ടം, സർക്കാരിലേക്ക് കിട്ടേണ്ടുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം വരുത്തുന്നത്. ആ ഒരു തുക കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ഈടാക്കാനും കൂടിയാണ് ഇപ്പോൾ സർക്കാർ നീക്കം. ഇന്നിപ്പോൾ 14 വാഹനങ്ങൾക്കാണ് ഇന്നിപ്പോൾ പിഴ ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 14 വാഹനങ്ങൾ
5000 രൂപ വീതം 70,000 രൂപയാണ് ഇന്ന് ലഭിച്ചത്. തുടർന്ന് സംസ്ഥാന വ്യാപകമായി ഇന്ന് ഈ ഒരു പരിശോധന നടന്നിരുന്നു. മറ്റു ജില്ലകളിലും അതുപോലെ സംസ്ഥാന അതിർത്തികളിലും ഈ ഒരു പരിശോധന നടന്നിരുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ വലിയ കൊള്ള നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പോർട്ടിന്റെ മറവിൽ അനധികൃതമായി ചരക്കും യാത്രക്കാരെയും കടത്തുന്ന ആളുകൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. വരും ദിവസങ്ങളിൽ പിടി കൂടുതൽ മുറുകുമ്പോൾ കൂടുതൽ ബസ്സുകൾ അല്ലെങ്കിൽ കൂടുതൽ സർവീസുകൾ ഇതിന് നിയമത്തിന് എത്താൻ വേണ്ടി ബാധ്യസ്ഥരാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കുത്തഴിഞ്ഞ സ്വകാര്യ ബസ്സുകളുടെ പകൽക്കൊള്ള എല്ലാം തന്നെ അവസാനിക്കാൻ ഇതൊരു കാരണമായിരിക്കും. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കല്ലട ഗ്രൂപ്പിന് കല്ലട ബസ്സിലെ അക്രമം അപലപനീയമെന്ന് ഗതാഗത മന്ത്രി. അനധികൃത സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് ജൂൺ 1 മുതൽ GPS നിർബന്ധമാക്കി. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, ഈ അന്തർ സംസ്ഥാന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഈ ബസ്സിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതു മുതൽ സർക്കാർ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഓപ്പറേഷൻ റൈഡ് ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ഗതാഗത മന്ത്രിയുടെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ? അശ്വതി, വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഇപ്രകാരമാണ്. ഇതിൽ പ്രധാനമായും DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായാണ് ഇവർ യോഗം ചേർന്നത്. ലൈസൻസ് ഇല്ലാത്ത ബുക്കിംഗ് ഏജൻസികളാണ് ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ പ്രധാന വിഷയമായി വന്നത്. ഇതിൽ പ്രധാനമായും 46 ഇത്തരം അനധികൃത ബുക്കിംഗ് ഏജൻസികൾക്കെതിരെ പിഴ അടക്കമുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇവർക്കെതിരെ കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകാനാണ് സാധ്യത. ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന കർശന നിലപാടിലേക്ക് സർക്കാർ പോകുന്നു. മാത്രമല്ല, നിലവിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ലൈസൻസ് ലഭിക്കുന്നതിന് വളരെ ചുരുങ്ങിയ നിബന്ധനകൾ മാത്രമാണ്. എന്നാൽ ഇത് പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗതാഗത വകുപ്പ് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കർശന ഉപാധികളോടെ മാത്രമേ ഇത്തരം ബുക്കിംഗ് ഏജൻസികൾക്ക് പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാനാണ് ഗതാഗത വകുപ്പ് ഗതാഗത സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ എടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഗതാഗത വകുപ്പിന് ലഭ്യമാവുകയും ചെയ്യും. പോലീസിന്റെയും നികുതി വകുപ്പിന്റെയും സഹായത്തോടെ ചെക്ക് പോസ്റ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കാനുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകളിൽ GPS സൗകര്യം നിലവിലില്ല. ഒപ്പം തന്നെ സ്പീഡ് ഗവർണറും ഇവർ ഉപയോഗിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ജൂൺ ആദ്യവാരത്തിൽ തന്നെ GPS പൂർണ്ണമായും ഘടിപ്പിച്ചു മാത്രമേ ഇത്തരം അന്യ സംസ്ഥാന അന്തർ സംസ്ഥാന ബസ് സർവീസുകളെ, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയിടങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത ബസ്സുകൾക്ക് അനുമതി ഉണ്ടാവുകയുള്ളൂ. കേരളത്തിൽ മാത്രമല്ല, യാത്രാ നിരക്ക് തോന്നിയപടി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഓരോ ബസ്സുകളും അവർക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. ഇതിനും ഒരു കടിഞ്ഞാണിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഫെയർ സ്റ്റേജ് പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ ഇത്തരം ഒരു യാത്രാ നിരക്ക് തീരുമാനിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിനുകളുടെ അഭാവമാണ് ഇത്തരത്തിലൊരു ചൂഷണത്തിന് സ്വകാര്യ ബസ്സുകളെ കൂടുതൽ രംഗത്തേക്ക് എത്താനുള്ള കാരണമായി സംസ്ഥാന സർക്കാർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ ചെയർമാനുമായി റെയിൽവേ ഗതാഗത സെക്രട്ടറി ജ്യോതിലാൽ ഇന്ന് രാവിലെ ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് ട്രെയിനുകളുടെ അഭാവം സംബന്ധിച്ച പരാതി ഉന്നയിക്കുകയും ചെയ്തു. മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചയ്ക്കായി ഡൽഹിയിൽ പോയതായിരുന്നു ഗതാഗത സെക്രട്ടറി ജ്യോതിലാൽ. ഈ ഘട്ടത്തിൽ തന്നെയാണ് റെയിൽവേ ചെയർമാനുമായി ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ ആശങ്ക ഗതാഗത സെക്രട്ടറി പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും സ്വകാര്യ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് പൂർണ്ണമായ കടിഞ്ഞാണിടാനുള്ള ഒരു തയ്യാറെടുപ്പോടെയാണ് സർക്കാർ നടപടികളുമായി മുൻപോട്ട് പോകുന്നത്. അശ്വതി. ശരി ലെസ്ലി. സംസ്ഥാനത്ത് അന്തർ സംസ്ഥാന ബസ്സുകളിൽ പരിശോധന. കൊച്ചിയിലും തൃശൂരിലും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ചട്ടം ലംഘിച്ചെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന തുടരുന്നു. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നിപ്പോൾ നേരത്തെ വിഷ്ണു റിപ്പോർട്ട് ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഇന്ന് പരിശോധന നടത്തിയ എല്ലാ ബസ്സുകളും കുത്തഴിഞ്ഞ രീതിയിലാണ് അവരുടെ സർവീസ് നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ റൈഡ് വീണ്ടും തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ?
അശ്വതി, ഇന്ന് കാര്യമായി രാവിലെ 5 മണി മുതലായിരുന്നു പരിശോധന നടന്നത്. ഏകദേശം 50ഓളം ബസ്സുകൾ കൊച്ചിയിൽ മാത്രമായി പരിശോധനയിൽ കണ്ടെത്തി. അതിൽ 30ഓളം ബസ്സുകൾ മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് ഫൈൻ ഈടാക്കി അല്ലെങ്കിൽ ഫൈൻ അടച്ചതിനു ശേഷമാണ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു പരിശോധനയിൽ 14 ബസ്സുകൾക്കാണ് പിഴ ഈടാക്കിയത്. പലതും സ്റ്റേജ് കാരേജ് പോലെയുള്ള പരിപാടികൾ നടത്തിയത് കൊണ്ടാണ് അവരെ ഫൈൻ ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ബാംഗ്ലൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് എടുക്കുന്ന ഒരു ബസ് യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ ബാംഗ്ലൂരുവിൽ വെച്ച് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെ പകരം തൃശ്ശൂരിൽ നിന്നും അതിന് മുൻപുള്ള സ്റ്റേജുകളിൽ നിന്നും എല്ലാം ആളുകളെ കയറ്റിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് അധികം തുക വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു പരിശോധനയിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് അവർക്ക് പിഴ ഈടാക്കി. പല ബസ്സുകളുടെയും ലഗേജ് ബോക്സുകളിൽ അനധികൃത ചരക്കുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവയ്ക്കെല്ലാം തന്നെ ഈ ഒരു പിഴ ഈടാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടത്തിയ ഒരു പരിശോധനയിൽ തന്നെ 70,000 രൂപയോളമാണ് പിഴയായി സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇത് മറ്റു ജില്ലകളിലും കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകളിലും നടത്തിയപ്പോഴും വലിയ രീതിയിലുള്ള ഒരു പിഴ വഴി സർക്കാരിലേക്ക് പണം കിട്ടുകയുണ്ടായി. നമുക്കറിയാം, കേരളത്തിൽ 50,000-ഓളം ആളുകളാണ് പ്രതിദിനം ഇത്തരത്തിലുള്ള സ്വകാര്യ കോൺട്രാക്ട് കാരേജുകളെ ആശ്രയിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിൽ 50-ലധികം അല്ലെങ്കിൽ 53ഓളം ബസ്സുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ അന്തർ സംസ്ഥാന സർവീസ് നടത്താൻ അനുമതിയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഈ 53 ബസ്സുകൾക്ക് പുറമെയുള്ള 300ഓളം ബസ്സുകളാണ് ഇപ്പോൾ കേരളത്തിന്റെ നിരത്തുകളിലൂടെ അനധികൃതമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അല്ല, നമ്മളിനിയിപ്പോ പോളിംഗ് കഴിഞ്ഞ സ്ഥിതിയിൽ സ്പെക്കുലേഷൻ ഇനിയും വലിയ അടിസ്ഥാനമില്ല. ഈ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് യഥാർത്ഥ സ്ഥിതി എന്താകും എന്നറിയാം. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ വന്നു. അതൊരു കോൺഗ്രസ് വേഗമാണ് പോളിംഗ് കൂടാൻ കാരണമെന്നാണ് ഈ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം. അതൊക്കെ ഇങ്ങനെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ. മെയ് മാസം 23-ാം തീയതി കഴിയട്ടെ, അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യം അറിയാമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞാൽ അതൊരു ഊഹാപോഹം പറയലാവും. അതിനെ അനുകൂലിച്ചോ എതിർത്തോ ഞാൻ പറഞ്ഞാൽ അത് ഊഹാപോഹമാവും. സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്നതെല്ലാം നമ്മൾ സ്പെക്കുലേഷന് കൂട്ടുനിൽക്കുക. ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻ്റ് ചെയ്യാൻ പോകുന്നില്ല. BJP എന്ന പാർട്ടി സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അതിനു മുമ്പ് അവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, അത് പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം പറയുന്നത്. എനിക്കറിയില്ല, ഞാനിങ്ങനെ പറയുന്നത്. അതായത് അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കട്ടെ. അല്ല, ഞാനിപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് പരാതി പറയുന്നത്? അതിന് സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ പറയാനായിട്ടുള്ള വേദികളുണ്ട്. അവിടെ അദ്ദേഹത്തിന് പരാതിപ്പെടാം. അല്ലാതെ അദ്ദേഹം നടത്തിയെന്ന് പറയുക, ഞാൻ നടന്നിട്ടില്ല എന്ന് പറയുക, അങ്ങനൊരു വിവാദമല്ല ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ പേരിൽ ഒരു ഇതുണ്ടാക്കുക. സ്ത്രീകളുടെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വനിതകളുടെ പങ്ക് എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയുമോ? ഇന്നലത്തെ വോട്ടിങ്ങിൻ്റെ ശതമാനം നോക്കിയല്ല. അപ്പോൾ സ്ത്രീകളൊക്കെ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായി ഇടപെടുന്നുണ്ട്. സ്ത്രീ സമത്വത്തിന് വേണ്ടി ശക്തമായ വാദഗതികൾ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നു.
പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞത് പൊതുജനങ്ങൾക്കിടയിൽ പോലും പറയുന്നുണ്ട് ഇലക്ഷൻ കഴിഞ്ഞതോടെ മുഖ്യമന്ത്രി വീണ്ടും ഇത്തരത്തിൽ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് വരുന്നു. അതിനോട് എന്താണ് പറയുന്നത്? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നാത്ത ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടതിന് തത്സമയ സംപ്രേഷണമാണ് ഇതുവരെ കണ്ടത്. ഇനിയൊരു ഇടവേളയിലേക്ക്. കൊച്ചിയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സിൽ പിടിയിലായത് 15ഓളം സ്വകാര്യ ബസ്സുകൾ. അനധികൃതമായി ചരക്ക് നീക്കം നടത്തിയതിനും സ്റ്റേജ് കാരേജായി സർവീസ് നടത്തിയതിനും ഈ ബസ്സുകൾക്കെതിരെ കേസെടുത്തു. 70,000 രൂപയാണ് പിഴയായി ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന് കൊച്ചിയിൽ നടന്ന ഈ പരിശോധനയിൽ ലഭിച്ചത്. എറണാകുളം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക്. കൊച്ചിയിൽ ഇന്ന് നടന്നത് ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള പരിശോധന തന്നെയായിരുന്നു. ഏതാനും ബസ്സുകളാണ് ഈ ഒരു നീക്കത്തിലൂടെ പിടിയിലായത്. ഇതിന് വിശദ വിവരങ്ങൾ നൽകാൻ ട്രാൻസ്പോർട്ട് വിഭാഗം ഉദ്യോഗസ്ഥർ നമുക്കൊപ്പമുണ്ട്. സർ, ഇന്ന് നടത്തിയ പരിശോധനയിൽ എത്ര ബസ്സുകൾക്കെതിരെയാണ് ഇന്ന് നടപടി സ്വീകരിച്ചിട്ടുള്ളത്? നമ്മൾ ഏതാണ്ട് 50ഓളം ബസ്സുകൾ പരിശോധിച്ചു. അതിൽ ഒരു 30ലേറെ ബസ്സുകൾ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ ഇതേ പരിശോധനയ്ക്ക് വിധേയരായി ഫൈനെല്ലാം അടച്ചിട്ട് വന്ന വാഹനങ്ങളായിരുന്നു. അതിൻ്റെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം തുടർന്ന് യാത്ര നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ 15ഓളം വാഹനങ്ങൾ നമ്മൾ ഇവിടെ സ്പോട്ടിൽ കേസ് എഴുതി ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഈ സ്റ്റേജ് കാരേജ് സർവീസ് എന്ന് പറയുന്ന ഓപ്പറേഷനെതിരെയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ LAPT ഉൾപ്പെടെയുള്ള ലൈസൻസുകൾ ആവശ്യമായിട്ടുണ്ട് ഇത്തരത്തിൽ കോൺട്രാക്ട് കാരിയേജുകളായി പ്രവർത്തിക്കാൻ തന്നെ. അത്തരത്തിൽ അതില്ലാതെ പ്രവർത്തിക്കുന്ന സർവീസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് LAPT ലൈസൻസ് ഓഫീസിൽ ചെന്ന് പരിശോധിച്ചാലേ നമുക്കറിയുള്ളൂ. ബുക്കിംഗ് ഓഫീസുകളിൽ ഇന്ന് 10 മണിക്ക് ശേഷം വേറെ ടീം LAPT ലൈസൻസ് ഉള്ള ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ആ അന്വേഷണം തുറന്നു നടക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കെല്ലാം തന്നെയുള്ള കേരള ട്രാൻസ്പോർട്ട് സർവീസുകൾ ഉൾപ്പെടെയുള്ള സർവീസുകൾ അന്തർ സംസ്ഥാനമായി സർവീസുകൾ നടത്തുമ്പോഴും ഇതിനിടയിൽ കൊള്ളലാഭം കൊയ്യുകയാണ് സ്വകാര്യ ബസ് ലോബികൾ. ഇതിനെതിരെയുള്ള ആദ്യഘട്ട നടപടിയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി നടന്നിട്ടുള്ളത്. കൊച്ചിയിലും വലിയ തോതിൽ ഇത്തരത്തിൽ കള്ളത്തരത്തിലൂടെ പണമുണ്ടാക്കിയ നിരവധി ലോബികളെ പിടികൂടാനായിട്ടുണ്ട്. മോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കില്ല. അജയ് റായ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രിക്കെതിരായ ചട്ടലംഘന പരാതി പരിഹരിക്കപ്പെട്ടു എന്ന വിഷയത്തിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സാങ്കേതിക പിഴവ് പറ്റിയതാണെന്നും പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ പറഞ്ഞു. ഈ രണ്ട് വാർത്തയുടെയും വിവരങ്ങൾ നൽകുവാനായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, പ്രിയങ്ക ഗാന്ധി എന്നൊരു അനിശ്ചിതത്വം ഇത്രയും ദിവസം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രിയങ്ക മത്സരിക്കുന്നില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമായതോടെ വാരണാസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നൊരു വാർത്ത അന്നു മുതൽ തന്നെ പരന്നിരുന്നു. BJPക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്നും വാരണാസിയിൽ മത്സരിക്കുകയാണെങ്കിൽ മോദിയെ തോൽപ്പിക്കാൻ വരെ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്നും എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകളും എല്ലാം തന്നെ വന്നിരുന്നു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഈ അഭ്യൂഹങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് വാരണാസിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ അജയ് റോയെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2014 അജയ് റോയ് മോദിക്കെതിരെ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി കൂടിയാണ്. അന്ന് അജയ് റോയ്ക്ക് 75,000-ഓളം വോട്ടുകൾ മാത്രമാണ് വാരണാസിയിൽ നിന്നും നേടാൻ കഴിഞ്ഞതും. ഇത്തരത്തിലൊരു ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് വാരണാസിയിൽ ഇറക്കിയിരിക്കുന്നത് എന്ന ഒരു ആരോപണം ഇപ്പോൾ ഇവിടെ ശക്തമായിട്ടുണ്ട് കോൺഗ്രസിനെതിരെ. അതായത് 2014 തെരഞ്ഞെടുപ്പിനെ നോക്കുമ്പോൾ 2014 കോൺഗ്രസിന് വാരണാസിയിൽ 3ാം സ്ഥാനം മാത്രമാണ് എത്താൻ കഴിഞ്ഞത്. അത് അജയ് റോയ് എന്ന സ്ഥാനാർത്ഥി അവിടെ ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ല, ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി. അന്ന് മോദി വാരണാസിയിൽ നിന്നും നേടിയത് 5 ലക്ഷത്തിൽ പരം വോട്ടുകൾ മോദി സ്വന്തമാക്കിയപ്പോൾ 2ാം സ്ഥാനത്തെത്തിയത് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളാണ്. അതിനും പിന്നിൽ 3ാം സ്ഥാനത്ത് മാത്രം എത്തിയ അജയ് റോയ് അന്ന് 75,000 വോട്ടുകൾ മാത്രമാണ് നേടിയത്. ഇത്തരത്തിൽ ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വാരണാസിയിൽ മോദിക്കെതിരെ ആണ് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മോദിയെ തോൽപ്പിക്കാൻ വരെയുള്ള സാധ്യതകൾ അവിടെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അവിടെ
ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ തന്നെ ദളിത് തുടങ്ങിയ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നും അതോടെ മോദിയെ വാരണാസിയിൽ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള സാധ്യതകളെല്ലാം തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. ഈ സാധ്യതകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് വാരണാസിയിൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ മോദിക്കെതിരെ ഇറക്കി. വിവരങ്ങൾ നൽകിയതിന്. വടകരയിലും മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. വടകരയിലും കോഴിക്കോടും ബി.ജെ.പി കോൺഗ്രസിന് വോട്ട് മറിച്ചു നൽകിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ. പോളിംഗ് ദിവസം പല ബൂത്തുകളിലും ബി.ജെ.പി സജീവമായില്ല. ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് കച്ചവടം മുൻകൂട്ടി കണ്ടാണ് സിപിഎം പ്രവർത്തിച്ചതെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞു. വിവരങ്ങളുമായി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, നേരത്തെ മുതൽ തന്നെ സിപിഎം ഉന്നയിക്കുന്ന ഒരു ആരോപണമായിരുന്നു, ഇതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രുതി, വടകരയിലും കോഴിക്കോട്ടും പല കേന്ദ്രങ്ങളിലും ബി.ജെ.പി വോട്ടുകൾ യു.ഡി.എഫിന് നൽകിയതായാണ് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ആരോപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ആരോപണം LDF കേന്ദ്രങ്ങൾ വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നു. ഇന്നലെ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ ഉൾപ്പെടെ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ CPM-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ധാരണ യു.ഡി.എഫിന്റെയും ബി.ജെ.പിയുടെയും ധാരണ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരുന്നു CPM LDF പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ എത്ര വോട്ട് മറിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥികൾ രണ്ട് മണ്ഡലങ്ങളിലും കോഴിക്കോട്ടെ പ്രദീപ് കുമാറും വടകരയിൽ P. ജയരാജനും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ശരി. കടൽക്ഷോഭത്തിൽ തിരുവനന്തപുരത്ത് തകർന്ന വീടുകൾ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ടുവരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. കടലിൽ പോയവർ തിരിച്ചെത്തണമെന്നും നിർദ്ദേശം.